ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി കൂടിയായിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ്. കൂടാതെ ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഫുൾ ഡേ എനർജി നൽകുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത് എല്ലിൻ്റെ ബലത്തിനും മികച്ച ദഹനത്തിനും ഷുഗർ നിയന്ത്രിക്കുന്നതിനും വളരെ ഉത്തമമാണ്. വണ്ണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടതായ സാധനങ്ങളാണ് 50 ഗ്രാം ചെറുപയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടാലും ഇത് കുതിർന്ന് കിട്ടും. ഇതേമാതിരി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് നല്ല പോലെ അരിഞ്ഞു വരണം. അങ്ങനെ നമ്മുടെ ചെറുപയർ നല്ല പോലെ അടിച്ചു വന്നിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമ്മളതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇനി കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് കപ്പലണ്ടി ഞാൻ വറുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഒരുവിധം തരിതരിപ്പായിട്ട് വരുന്നവരെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ച് ആയിക്കഴിഞ്ഞു. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമാണ്. അത് ഞാൻ തലേ ദിവസം കുതിർത്തി തൊലി കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി നമ്മൾക്ക് 1 കപ്പ് റായിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് നാളികേര പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കപ്പലണ്ടി പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ 10 ബദാം പൊടിച്ച് വെച്ചതാണ്, അതും നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായി കലക്കി കൊടുക്കാം. ഇതേമാതിരി നമുക്ക് വെള്ളം ഒഴിച്ച് ഒരുവിധം പരുവാവുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ദോശ പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പറയാനുള്ള ബോണസ് ടിപ്പ് ഇതാണ്. ഇത് നമ്മൾ ഇതേമാതിരി കലക്കിയെടുക്കുമ്പോൾ നല്ല ഒരു ദോശ പരുവത്തിലാക്കി കലക്കിയെടുക്കണം. പിന്നെ നാളികേരപ്പൊടി നിങ്ങൾ മേടിക്കുമ്പോൾ നല്ല പൊടി മേടിക്കണം. നല്ല പൊടിയാകുമ്പോൾ നമുക്ക് വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. നല്ല പൊടികളെല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ അങ്ങനെ തയ്യാറായി കഴിഞ്ഞു, മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. അങ്ങനെ നമ്മളുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1-2 കയ്യിൽ ഇതേമാതിരി കോരി ഒഴിച്ച് നമുക്ക് ഇതേമാതിരി പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് തരാനുള്ള ബോണസ് ടിപ്പ് ഇതാണ്. റാഗിപ്പൊടിയും അതേപോലെ കപ്പലണ്ടിയും തേങ്ങ പൗഡറും കൂടി ചേരുന്നതിനാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഡിന്നറായിട്ടും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ പ്രോട്ടീനും ഫൈബറും ഉള്ളതിനാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നിക്കുകയുമില്ല. ഇതിൽ നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഓയിലായാലും നെയ്യ് ആയാലും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് അടിയൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിന്നർ ദോശ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചട്ടിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. നിങ്ങൾ വീടുകളിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.